4x4 ഡീസൽ മാനുവൽ ഥാറാണ്. ഏതാ മോഡല്? ഇത് 2021 മോഡൽ. 21 മോഡൽ. ഇപ്പുറത്തെ റോക്സിന്റെ അത് കൊടുത്തു പോയി കേട്ടോ, നോക്കേണ്ട ആവശ്യമില്ല. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. ഓട്ടോ എത്ര പോയത്? 18 ഡീസൽ വെൻഡോ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടി. താല്പര്യമുണ്ടോ വിളിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോടുള്ള കാർ ആൻഡ് ബൈക്കിലാണ്. കാർ ആൻഡ് ബൈക്ക് ഫറൂഖ് ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഫറൂഖ് ചുങ്കം മഹീന്ദ്രയുടെ ഷോറൂം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാർ ആൻഡ് ബൈക്ക് സെലക്ട്. കാർ ആൻഡ് ബൈക്കിൻ്റെ പ്രത്യേകത അറിയാലോ, 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങളാണ് നിങ്ങൾക്കിവിടെ ലഭ്യമായിട്ടുണ്ടാവുക. അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം ജിഷ്ണുവിനെ. ജിഷ്ണു, സ്വാഗതം. ഹായ്. ഹായ്, സുഖമല്ലേ? ഓ സുഖം. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചിരിക്കുകയാണ്. അതെ അതെ. എന്നാലും വിഷു കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്റ്റോക്ക് പുതിയ അപ്ഡേറ്റ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, എല്ലാ സെഗ്മെൻറ്റും ഉണ്ടോ ഇന്ന്? ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ വാറണ്ടി ഉള്ള വണ്ടികളും ഇല്ലാത്ത വണ്ടികളും എല്ലാം വരുന്നുണ്ട്. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വാറണ്ടി വരുന്നത്? 7 വർഷത്തിനുള്ളിലുള്ള വണ്ടിയൊക്കെ? അതെ അതെ അതെ, 7 വർഷത്തിന് ഉള്ളിൽ വാറണ്ടി കിട്ടും. അല്ലാത്തതിന് 1 ഇയർ കിട്ടും. 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി കിട്ടും അല്ലേ? അതിൻ്റെ കൂടുതൽ പുറകോട്ട് പോയാൽ അതും കട്ടാവും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ എല്ലാം നോക്കിയിട്ടാണ് എടുക്കുക. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ചെക്ക് പോയിന്റ്സ് നോക്കി ക്ലിയർ ചെയ്തിട്ടേ വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരാളെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിക്കാം. ബാക്കി ഓരോന്നായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? അതെ അതെ. നമ്മുടെ ആദ്യ വാഹനം ഹ്യുണ്ടൈ വെന്യൂ ആണ്. KL 54 രജിസ്ട്രേഷൻ, 2021 മോഡൽ. 21 മോഡൽ വണ്ടി. ഏതാ ഓപ്ഷൻ? ഇത് വെന്യൂ S+ ആണ് വരുന്നത്. S+ 2021 മോഡൽ. S+ മാനുവലാ? മാനുവൽ. പെട്രോൾ മാനുവൽ. S+ പെട്രോൾ മാനുവൽ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ പവർ വിൻഡോസ്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ. ഓക്കെ, ഓട്ടോ എത്ര പോയി? 58,000 ഓടി വണ്ടിയാണ്. 58,000. 21 മോഡൽ 58,000 പെട്രോൾ മാനുവൽ. അതെ അതെ. ഓക്കെ, മൈലേജ് ഒരു 11 to 15 വരെ ഏകദേശം മൈലേജ് അതിൻ്റെ ഇടക്ക് കണക്കാക്കാൻ പറ്റും. ഇതിനിപ്പോൾ നിങ്ങളുടെ വാറണ്ടി ഉണ്ടോ? ഇതിന് 2 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഇയർ വാറണ്ടി പ്ലസ് റോഡ് സൈഡ് അസിസ്റ്റ്. റോഡ് സൈഡ് അസിസ്റ്റ് വെച്ചാൽ വാറണ്ടി ഇല്ലാത്ത വണ്ടിയൊക്കെ എല്ലാ വണ്ടിയൊക്കെ കിട്ടും, ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴി കിടക്കുന്ന പേടി വേണ്ട, അതാണ് പറഞ്ഞത്. എന്തായാലും പറഞ്ഞ പഴയ വണ്ടി എടുത്താൽ പോലും വഴി കിടന്നുള്ള പേടി വേണ്ട, അവിടെ ഹെൽപ്പ് എത്തിയിരിക്കും. അതാണ് റോഡ് സൈഡ് അസിസ്റ്റ്. അപ്പോൾ എല്ലാ വണ്ടിക്കും കിട്ടും. പിന്നെ ക്ലെയിമോ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യമൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഫുൾ സർവീസ് എല്ലാം ഹിസ്റ്ററി ഉണ്ടോ? എല്ലാം ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, എത്രയാണ് ചോദ്യം? 6.5 ലക്ഷം. 6,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2021 മോഡൽ S+ പെട്രോൾ മാനുവൽ വെന്യൂ കൊണ്ടുപോകാം. ഓക്കെ, ലോണൊക്കെ നമ്മൾ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ലോൺ തന്നെ കിട്ടും. ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വണ്ടിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിൽ വീണ്ടും വെന്യൂ തന്നെ KL 68 രജിസ്ട്രേഷൻ, സെയിം ഷേപ്പ് തന്നെ, സെയിം ഇയറും അല്ലേ? അതെ അതെ. അല്ല, 2020 വരുന്നത്. 21 രജിസ്ട്രേഷനാണ് വരുന്നത്. ഓക്കെ, 20 മോഡലും 21 രജിസ്ട്രേഷനും. ഓക്കെ, 1-ാം മാസമാണ് രജിസ്ട്രേഷൻ അല്ലേ? അതെ അതെ. ഏതാ ഓപ്ഷനിൽ? ഏതാ? ഇതും സെയിം തന്നെ, S ആണ് വരുന്നത്. S+, SO? S. ഇത് S+ അല്ലേ പറഞ്ഞത്? S+ വരുന്നത്. ഇത് S ആണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഓപ്ഷൻ വരിക. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. ഓട്ടോ എത്ര പോയത്? ഇത് 55,000. 55,000 കിലോമീറ്റർ നിലവിൽ ഓടിയേക്കുന്ന വാഹനമാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഇല്ല? അതെ അതെ അതെ. ഓക്കെ, പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള ഒരു പെട്രോൾ മാനുവൽ S ഓപ്ഷൻ വരുന്ന വെന്യൂ ആണ്. എത്ര ചോദ്യം? ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഇത് 5,85,000 നമ്മൾ ചോദിക്കുന്നത്. 5,85,000. മറ്റേനേക്കാൾ ഓപ്ഷൻ കുറഞ്ഞു, ഓണർഷിപ്പും കൂടി. അതെ അതെ. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. 5,85,000 21 മോഡൽ പെട്രോൾ വെന്യൂ കൊണ്ടുപോകാം. ലോണും ഒരു 5 lakhs അബവ് കിട്ടില്ലേ? എന്തായാലും കിട്ടും. അടുത്തൊരു ബ്ലാക്ക് കിയ സോണറ്റ് ആണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. അതെ അതെ, ആനിവേഴ്സറി എഡിഷൻ അല്ലേ? അതെ. ഇത് ശരിക്കും GT അതിൻ്റെ ഓപ്ഷൻ വരില്ലല്ലോ, അതിൻ്റെ താഴെ വരിക. അല്ല, ഇത് HTX വരുന്നത്. HTX വരുന്നത്. ഓക്കെ, അപ്പോൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ഇല്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫീച്ചേഴ്സ് വരും. ഏതാ മോഡൽ? ഇത് 2022 ആണ്. HTX സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1.12 ഓടിയിട്ടുണ്ട്. 1.12 ഓടി. ഡീസലാ? ഡീസൽ വണ്ടിയാണ്. അപ്പോൾ 22 നല്ലൊരു ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഡീസൽ ആയതുകൊണ്ട് തന്നെ 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഡീസൽ മാനുവൽ ആണ്. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഓട്ടം പോയത്.
അപ്പോൾ ഇത് നിങ്ങൾ വാറണ്ടി ഉണ്ടാവില്ലല്ലോ? ഇതിന് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഉണ്ടാവില്ല. 1 lakh അപ്പോൾ ഓടി വണ്ടി നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്തെടുത്ത വണ്ടിയാണ്. അതെ അതെ അതെ. ഓക്കെ, എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്തെടുത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം എത്ര? ഇത് 8 ലക്ഷം. 8 ലക്ഷത്തിന് HTX 2022 ഡീസൽ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ ഒരു ഓട്ടം പോയിട്ടുണ്ട് 1 സംതിങ്. അതെ. ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ അല്ല, നമുക്ക് 90% ഇതിന് കിട്ടും, ചെയ്യാൻ പറ്റും. നമ്മൾ കോമ്പാക്ട് SUV എന്ന് മാറിയിട്ട് ഹാച്ച് ബാക്കിലേക്ക് വന്നു. മാരുതി സുസുക്കി സ്വിഫ്റ്റ് KL 10 രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ എൻ്റെ മുന്നത്തെ വണ്ടിയാണ്. 4 സിലിണ്ടർ വരുന്ന വാഹനം. ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ZSI പ്ലസ് വരുന്നത്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അലോയ്സ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, ഡിഫോഗർ, വൈപ്പർ, പുഷ് ബട്ടൺ. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ അതെ. ZXi പ്ലസ് AMT ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏതാ മോഡൽ? ഇത് 2018 ആണ് വരുന്നത്. 2018 സിംഗിൾ ഓണറിൽ വന്നു. 18 സിംഗിൾ ഓണർ. അതെ അതെ. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു 15-18 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കും. അതെ അതെ. ഓക്കെ, ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ട്, അതാ പറഞ്ഞത്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇതിൽ വാറണ്ടി കിട്ടൂലേ? വാറണ്ടി ഉണ്ട്. 1 year വാറണ്ടി അല്ല 2 year വാറണ്ടി ഉണ്ട്. ഓട്ടോ എത്രയാണ് പോയത്? 47,000 ഓടിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ഓട്ടോ ആണ്. 2 year വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. എത്ര ചോദ്യം? ഇത് 5,65,000. 5,65 ZXi പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 മോഡൽ കേട്ടോ. 5,65 നിങ്ങൾക്ക് കൊണ്ടുപോകും. 5 lakhs അപ്പോൾ ലോണും കിട്ടൂലേ? ഓ കിട്ടും. ഓക്കെ, അടുത്തത് വാറണ്ടി ഒന്നും കിട്ടാത്തൊരു വാഹനമാണ്. KL 11 രജിസ്ട്രേഷനിൽ വരുന്ന മാരുതി സുസുക്കിയുടെ SX4, ഒരു സെഡാൻ കാറ്റഗറി വണ്ടി. ഏതാ മോഡല്? ഇത് 2010 മോഡലാണ്. റിന്യൂവൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ 2030 വരെ പേപ്പർ ഉണ്ട്. 30 വരെ നിലവിലെ പേപ്പർ ഉണ്ട്. ഇനി 4 വർഷം. SS4 ZXi ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. പെട്രോൾ ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. ZXi പുതിയ പേപ്പറിൽ. ഓട്ടോ എത്ര കാണിക്കുന്നത്? ഓട്ടോ 55. 55,000. അത്ര കൂടി ഉണ്ട്. ഉറപ്പിക്കാമോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മളെ ഇവിടുത്തെ ഒരു മാനേജർ വണ്ടിയും കൂടിയാണ്. അതുകൊണ്ട് അത്രയും ഉറപ്പിച്ച് പറയുന്നത്. അത് ശരി, സിംഗിൾ ഓണർ. അപ്പോൾ ഇവർക്ക് തന്നെ അറിയുന്ന വണ്ടിയാണ്. 55,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, മേജർ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ. ഓക്കെ, എത്രയാണ് ചോദ്യം ഇപ്പോൾ? ഇത് 1.5 ലക്ഷം. 1.5 ലക്ഷത്തിന് 2030 വരെ പേപ്പറുള്ള ZXi ഫുൾ ഓപ്ഷൻ പെട്രോൾ SX4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കാര്യമൊന്നും കിട്ടൂല. അടുത്തത് ഒരു 3rd ജനറേഷൻ ഹോണ്ട അമേസ് ആണ്. KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വണ്ടി. ഈ ടോപ്പൻ്റെ ഇത് വി. ഓക്കെ, VX ഇല്ലേ? VX വരുന്നില്ല, VA വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ടോപ്പിൻ്റെ വണ്ടിയാണ്. അലോയ്സ്, പുഷ് ബട്ടൺ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. മോഡൽ ഏതാ? ഇത് 2019 ഡീസലാണ് വരുന്നത്. ഡീസൽ വണ്ടി. 20 മേലെ മൈലേജ് ഉണ്ടാവും. നല്ല ഓട്ടമുള്ള ആൾക്കാർക്ക് കണ്ണും പൂട്ടി എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഹോണ്ട ഡീസൽ വണ്ടിയാണ്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ വലിയ പണിയൊന്നും വരാൻ കുഴപ്പമില്ല. ഓക്കെ, ഇതിപ്പോൾ ഓട്ടോ എത്ര പോയിട്ടുണ്ട്? ഇത് 89,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുണ്ട് 89. ഓക്കെ, അപ്പോൾ 89 ഓടി. സർവീസ് ഒക്കെ പക്കയാ? സർവീസ് ഗ്രീൻ സർവീസാണ്. ഓണർഷിപ്പ് എത്രയല്ല? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ് വാഹനം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? 6,90,000. 6,90,000 രൂപയ്ക്ക് ഡീസൽ മാനുവൽ V ഫുൾ ഓപ്ഷൻ ഈ ഒരു അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല കിലോമീറ്റർ ഓട്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ വണ്ടി. ഈ പറയുന്ന പ്രൈസ് ഒക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെഗോഷ്യബിൾ ആണ്. മഹീന്ദ്ര ഥാർ അടുത്ത വാഹനം KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് താറ് ഡീസലാണ് വരുന്നത്. 4x4 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്? ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, 4x4 ഡീസൽ മാനുവൽ ഥാർ ആണ്. ഏതാ മോഡല്? ഇത് 2021 മോഡൽ. 21 മോഡൽ. ഇപ്പുറത്തെ റോക്സിന്റെ അത് കൊടുത്തു പോയി കേട്ടോ, നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 42,000 ഓടിയിടുള്ളൂ. ഓക്കെ, 4x4 ഡീസൽ മാനുവൽ 42,000 ഓടി. 21 മോഡൽ ഥാറാണ്. ക്ലെയിം ഒന്നുമില്ല. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, എത്ര ചോദ്യം ഇപ്പോൾ? 13.5 ലക്ഷം. 13,50,000. 21 മോഡൽ ഡീസൽ മാനുവൽ 4x4. 13 ലക്ഷം വരെ ലോൺ കിട്ടും. 10-12 ലക്ഷം രൂപ എന്തായാലും കിട്ടും. 12 ലക്ഷം വരെ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 1.5 ലക്ഷം കാണും നമ്മളിത് ഇറക്കണമെങ്കിൽ. നിലവിൽ സർവീസ് പെൻഡിങ് ഉണ്ടോ? പെൻഡിങ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കഴിച്ച് വെച്ചാണ് നമ്മൾ. സർവീസ് ഒക്കെ കഴിഞ്ഞു. അതെ 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 അതെ. നേരെ പാർട്ടി എടുക്കുക, ഓടിക്കുക. അടുത്ത 10,000 കിലോമീറ്റർ വേണ്ടി സർവീസ് ചെയ്താൽ സർവീസിന് വരാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, 12 ലക്ഷം വരെ ലോണും കിട്ടും. 1.5 ലക്ഷം കണ്ടാൽ ഇറക്കാം ഒരു കാർ 4x4 മാനുവൽ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത ഹോണ്ട WRV KL 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് ഫുൾ ഓപ്ഷൻ അല്ല അല്ലേ? ഇത് എസ് വേരിയന്റ് വരുന്നത്. മിഡില്. അതെ, ഇതിൽ ബേസ് ആണ് തോന്നുന്നു. ബേസ് ആണ്. എസും ബേസ് വരുന്നത്. ബേസ് ആണ് വരുന്നത്. ഇതിൽ ബേസ് എസ് തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന എസിലാണ്. SV VX അങ്ങനെയാ പോകുന്നത്. അതെ, അപ്പോൾ എസിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏതാ മോഡൽ?
ഇത് 2018 1,09,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ വണ്ടിയാ? ഡീസൽ 1.9 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് 18 മോഡലിൽ. ഓക്കെ, അമേസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സെയിം 1.2 IV ടെക് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. സെയിം മൈലേജ് കാര്യങ്ങളും കംഫർട്ടും എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എത്രയാ ചോദ്യം? എത്രയാണ്? 5,75,000. 18 ഡീസൽ എസ് ഓപ്ഷൻ WRV 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 5 lakhs വരെ എന്തായാലും കയറൂലേ? 5 lakh എന്തായാലും കിട്ടും. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. ഇതും നിങ്ങൾ മൈലേജ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. ഇത് സർവീസ് ഒക്കെ കഴിഞ്ഞ് വെച്ചേക്കാം. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ ഒരു അടിപൊളി ബ്ലാക്ക് ബ്യൂട്ടി ബ്ലാക്ക് പോളോ ആണ്. KL 41 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിലേക്ക് ചെറിയ ബഡ്ജറ്റിൽ വരുന്ന വണ്ടി 2012 മോഡൽ വരുന്നത്. 12 മോഡൽ. അതെ അതെ. 1,60,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഡീസൽ കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് വരും. ഓട്ടോ ഉണ്ട്. ഇതിനെ വെച്ചാൽ 1.2 ലിറ്റർ ഡീസൽ അല്ലേ? 2 ലിറ്റർ വരും. 1.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഇഞ്ചക്ടർ സൈഡ് നോക്കണം നമ്മളെപ്പോഴും. ഡീസൽ വണ്ടീൻ്റെ സാധനമാണ് ഇഞ്ചക്ടർ സൈഡ്, പ്രത്യേകിച്ച് ഇത്ര ഓട്ടം പോയ വണ്ടികൾ. പക്ഷെ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്ത് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, നിലവിലൊന്നുമില്ല. പക്ഷേ ഡീസൽ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ പണി കണ്ടിട്ട് മാത്രം എടുക്കണം. മൈലേജ് തരും 18-20 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും. പക്ഷേ അത് പണി നമ്മൾ കാണണം, കറക്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം. അതെ അതെ. അപ്പോൾ ക്ലെയിമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചില്ല. ഓണർഷിപ്പ് എത്ര? സിംഗിളാ? സെക്കൻഡ് ഓണർ കിടക്കുന്നത് 2012 കംഫർട്ട് ലൈൻ ഡീസൽ പോളോ ആണ്. 1.60 ഓടിയ വണ്ടി. എത്ര കൊടുക്കാം? 1.90 ഡീസൽ പോളോ കംഫർട്ട് ലൈൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 12 മോഡൽ. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ? ലോണ് നമുക്ക് 1 year കിട്ടുള്ളൂ. എത്ര തന്നെ 1 year നമുക്ക് 1 lakh കിട്ടും. 1 lakh റേഞ്ചിൽ കിട്ടും. വീണ്ടും ഹോണ്ട തന്നെ. ഹോണ്ടയുടെ നമ്മൾ ഇതുവരെ കണ്ടത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇത് 1.6 വന്നു. ഹോണ്ട സിറ്റി 1.5 അല്ലേ? 5 വരുന്നത്. ഹോണ്ട സിറ്റി KL 11 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ ഇത്. സൺറൂഫ് ഒക്കെ ഉണ്ടല്ലോ? സൺറൂഫ് വരുന്നത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. CVT മോഡൽ ഏതാ? 2016 മോഡൽ. ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് ഒക്കെ വരുന്ന CVT ഓട്ടോമാറ്റിക് വാഹനമാണ്. മൈലേജ് 10-13 വരെയൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ല ഡ്രൈവിംഗ് സുഖമുള്ള വണ്ടിയാണ്. ഓക്കെ, മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും അല്ലേ? കാര്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസും ഇല്ല. ജസ്റ്റ് ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോയാൽ മതി. ഓക്കെ, ക്ലെയിം 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 16 1 year വാറണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ടതൊക്കെ പിന്നെ 1 lakh വില ഓടിയില്ല അധികം. പഴയതുമാണ് നേരത്തെ കണ്ടത്. പോളോ ഒക്കെ അതിനൊന്നും കിട്ടില്ല, ഇതിന് കിട്ടുന്നുണ്ട് എന്തായാലും. ഇതിൻ്റെ ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 79. വലിയ ഓട്ടോ അല്ല. എത്ര ചോദ്യം? ഇത് വരുന്ന 6,40,000 രൂപ. 6,40. അതെ, നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2016 ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം വരുന്ന ഓട്ടോമാറ്റിക് സിറ്റിയാണ്. 6,40. 6 lakh വരെ ലോണും കയറൂലേ? 6 lakh ലോൺ കിട്ടും. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് 7 seater ആണ്. ഒരു കോമ്പാക്ട് MPV ഇത് വിളിക്കാം നമുക്ക്. റെനോ ട്രൈബർ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് റെനോ ട്രൈബർ RHT ആണ് വരുന്നത് വേരിയന്റ്. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് വരുന്നത്. വെറും 29,000 മാത്രം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 വെറും 29,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. പ്രോപ്പർ പീരിയോഡിക് സർവീസ് എല്ലാം പോയിട്ട് എല്ലാം ഉണ്ട്. അതെ, കറക്റ്റ് സർവീസ് പോയേക്കുന്ന വണ്ടിയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. 2 വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും കേട്ടോ. നല്ല അടിപൊളി 7 seater, ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ. അതെ അതെ അല്ലേ? ഏകദേശം 7 seater ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് കുറഞ്ഞൊരു വണ്ടിയും കൂടിയാണ് വരുന്നത്. പിന്നെ 4,65,000 നമ്മൾ ചോദിക്കുന്നത്. 4,65. അതെ അതെ. ഓക്കെ, 4,65 ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോണും കിട്ടൂലേ? 4 ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും. 4 മോളിൽ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം KL 51 രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗന്റെ വെൻഡോ ആണ്. ഒരു സെഡാൻ കാറ്റഗറി. ഇത് ഡീസലോ പെട്രോളോ? ഇത് ഡീസലാണ് വരുന്നത്. ഇത് ഡീസൽ കൂടുതലുണ്ട് അല്ലേ? ഡീസൽ നന്നായിട്ട് വരുന്നത്. ഓക്കെ, പെട്രോൾ വേറെ ഇല്ല വണ്ടികൾ? ഉണ്ട്. നമ്മളെ യാർഡിൽ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടുത്താം പിന്നെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഏരിയ ആണ്, അതുകൊണ്ടാണ് യാർഡിലാണ് കൂടുതൽ വണ്ടികൾ ഉണ്ടാവുക ഇവരുടെ. അപ്പോൾ ഇത് ഡീസൽ വെന്യൂ. മോഡൽ ഏതാ? ഇത് 2018 വെൻഡോ കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. ഞാൻ വെന്യൂ എന്ന് പറഞ്ഞു, സോറി. വെൻഡോ കംഫർട്ട് ലൈൻ. അതെ അതെ. മിഡിൽ ഓപ്ഷൻ. നേരെ നമ്മൾ പോളോനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 4 door പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ എത്ര പോയിട്ടുണ്ട് 18-ൽ? 85.
85. ഡീസലിനെ സംബന്ധിച്ച് ഒരു വലിയ ഓട്ടം പോയിട്ടില്ല. ഓട്ടം പോയിട്ടില്ല. വെള്ളക്കിന്റെ മുകളിലൊന്നും അടിച്ചിട്ടില്ലല്ലോ. ഓക്കെ. ഇതിന് അതുപോലെ തന്നെ 2 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരുടെ വാറണ്ടി ഉണ്ട്. RS എല്ലാ വണ്ടിക്കും ഉണ്ട്. ഇപ്പൊ കാണിച്ച എല്ലാ വണ്ടിക്കും RS കിട്ടും. റോഡ് സൈഡ് അസിസ്റ്റ് RS കിട്ടുന്നുണ്ട്. ഇതിൽ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് പോയതാ. ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ കിടക്കുന്നത് 2018 കംഫർട്ട് ലൈൻ വെൻഡോ ആണ്. ഡീസൽ 85,000 ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നതിനിപ്പോൾ? ഇത് 5,60,000 രൂപയാണ്. 5,60,000 18 ഡീസൽ വെൻഡോ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടി. താല്പര്യം വിളിച്ചോളൂ. ഒരു 5 lakhs വരെ ലോണും കിട്ടൂല. അതെ അതെ. ഇതിന് മൈലേജ് ഉണ്ടാവുക. പെർഫോമൻസ് റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, പെർഫോമൻസ് മൈലേജ് എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതൊക്കെ. സേഫ്റ്റി ഉണ്ട്, ഒന്നും നോക്കണം, കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കറന്റ് ബൈക്ക് സെലക്ടിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈഡ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഫറൂഖ്, കോഴിക്കോട് ഫറൂഖിലാണ് ലൊക്കേഷൻ. ഫറൂഖ് വരുന്നത് ഫറൂഖ് ചുങ്കല്ല, ഫറൂഖ് ചുങ്കം മഹീന്ദ്ര ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം. ഓക്കെ, അപ്പോൾ കോൺടാക്റ്റിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്ത് കൂടെ. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.